ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ദിനം കള്ളനെ പോലെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും, മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു ചാമ്പലാകും, ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും. ഇവയെല്ലാം നശ്വരമാകിയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാന പ്രകാരം നാം കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ. ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ. സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നത് പോലെ ആണിത്. ആകയാൽ ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായിരിക്കരുതല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. ജാഗരൂകരായിരിക്കുവിൻ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്ക് സ്തുതി. വിചിന്തനം: ബാഹ്യമായ വ്യാപാരങ്ങളെ സുരക്ഷിതമാക്കാൻ ഒരുപാട് ജാഗ്രത നമ്മൾ പുലർത്തുമ്പോൾ നമ്മുടെ പാപവാസനകൾക്കെതിരെ, പാപ സാഹചര്യങ്ങൾക്കെതിരെ എന്തുമാത്രം ജാഗ്രത കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് ആത്മശോചന ചെയ്യുവാൻ ഇന്നത്തെ ഈ വചനം നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഒരുക്കമുള്ള ഒരു ഹൃദയത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തന നിരതമാകാൻ സാധിക്കൂ. ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യം കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് ജാഗ്രത. മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചുമെല്ലാം ഈ വചനഭാഗത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോഴും ക്രിസ്തുവിൻ്റെ 2ാമത്തെ ആഗമനത്തിനായി എത്രമാത്രം ജാഗരൂകതയോടെ ഒരുങ്ങണമെന്ന് അവിടുന്ന് നമ്മെ ഈ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. തീക്ഷ്ണത മങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അനുദിന കർത്തവ്യങ്ങളെ കൃത്യതയോടെ നിർവഹിച്ച് ആത്മീയ ജീവിതത്തെ മലിനപ്പെടുത്തുന്ന പാപ സാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിച്ച് ഒരുക്കമുള്ള ഹൃദയത്തോടെ അവിടുത്തെ ആഗമനത്തിനായി അണിചേരുവാൻ ഇന്നത്തെ വചനഭാഗം നമ്മെ പ്രചോദിപ്പിക്കട്ടെ.